രമേശ് ചെന്നിത്തലയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വൻപിച്ച ജനക്കൂട്ടമായിരുന്നു. വി എം സുധീരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവായ വി എം സുധീരനാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഒരു വലിയൊരു ജനസാഗരം തന്നെ അവിടെ ഒഴുകിയെത്തി. മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ ആകെ ഒറ്റ സ്വരത്തിൽ പറയുന്നത് രമേശ് ചെന്നിത്തല. ഇനി അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ വന്നാലും ഹരിപ്പാട് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ വന്നാലും രമേശ് ചെന്നിത്തല ജയിക്കുമെന്നാണ് പറയുന്നത്. ഇതിനെന്ത് തോന്നുന്നു? തീർച്ചയായും ഹരിപ്പാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തുക എന്നത് ഇടതുമുന്നണിക്കും BJPക്കും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഹരിപ്പാട്ടെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഇടതുമുന്നണി പ്രവർത്തകരടക്കം പറയുന്നത്, കേരളം ഇടതുമുന്നണി ഭരിക്കും, പക്ഷേ ഹരിപ്പാട് രമേശ് ചെന്നിത്തല ജയിക്കും. കാരണം ഹരിപ്പാടിന്റെ മണ്ണിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് വോട്ടായി മാറുന്നത്. ഹരിപ്പാട് നമുക്കറിയാം, ഒരു ജില്ലയിൽ 2 മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. ഹരിപ്പാട് അടക്കം ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നീട് സർക്കാർ അതിന് അനുമതി നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഹരിപ്പാട്ടെ റോഡുകൾ, ഹരിപ്പാട്ടെ കുടിവെള്ള പദ്ധതികൾ, ഹരിപ്പാട്ടെ സാധാരണക്കാരായ ജനങ്ങളെ അദ്ദേഹം ചേർത്ത് പിടിക്കും. അത് മാത്രമല്ല, വ്യക്തിപരമായി അദ്ദേഹം നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഹരിപ്പാട് നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട്. ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുകയാണ്. ഇപ്പൊ പഴയതുപോലെയല്ല. ജനങ്ങൾ വികസനത്തിന് വേണ്ടി, ജനങ്ങൾ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഹരിപ്പാട് പോലെയുള്ള ഒരു മണ്ഡലത്തിലും അതാണ് നടക്കാൻ പോകുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്നലെ രാഷ്ട്രീയ കേരളത്തിന്റെ ആദർശപുത്രനായ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന അംഗീകാരം തന്നെയാണ്. ബൂത്തുകളിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ബൂത്തുകളിൽ താഴെത്തട്ടിൽ അടക്കം സംഘടനാ സംവിധാനം കൃത്യമായി മുന്നോട്ട് പോയി രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്ന AYFന്റെ നേതാവ് ടി ജസ്മോനും BJPയുടെ യുവ നേതാക്കളിൽ ഒരാളായ സന്ദീപ് വാചസ്പതിയുമാണ്. അവർ പറയുന്നത് ഇത്തവണ ഹരിപ്പാട് അട്ടിമറി ഉണ്ടാകും, ഹരിപ്പാട് വികസനം എത്തിയിട്ടില്ല എന്നൊക്കെയാണ് സന്ദീപ് വാചസ്പതി പറയുന്നത്. അല്ല, ഈ പറയുന്നത് മണ്ഡലത്തിന് പുറത്തുള്ള BJPക്കാരാണ്. പക്ഷെ മണ്ഡലത്തിലുള്ള പ്രവർത്തകരോട് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ നമ്മൾ കാഷ്വലായിട്ട് ചോദിച്ചതാണ്, ഇപ്പോൾ സന്ദീപ് വാചസ്പതിയെ പോലുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, റിസ്ക് ഫാക്ടർ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആര് മത്സരിച്ചാലും രമേശ് ചെന്നിത്തല, ഹരിപ്പാടിന്റെ മണ്ണിൽ രമേശ് ചെന്നിത്തല തന്നെയാണ്. അതായത് നിതിൻ നേരത്തെ പറഞ്ഞതുപോലെ CPM അനുഭാവികളായിട്ടുള്ളവർ പോലും പറയുന്നത് കേരളം അടുത്ത് LDF ഭരിക്കുമായിരിക്കാം, പക്ഷേ ഹരിപ്പാട് രമേശ് ചെന്നിത്തല തന്നെയായിരിക്കുമെന്ന് തന്നെയല്ലേ അവർ ഉറപ്പിച്ച് പറയുന്നത്. തീർച്ചയായും ഹരിപ്പാട് പോലെയുള്ള മണ്ഡലത്തിൽ ഒരു അട്ടിമറി എന്നത് സ്വപ്നമായി കാണാൻ പോലും ഇടതുമുന്നണിയോ BJPയോ തയ്യാറാകേണ്ട സാഹചര്യമില്ല. കാരണം അത്രത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് ജനപ്രീതിയുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് വലിയ ഒരു സ്ഥാനമുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണ നേടിയത് രാഷ്ട്രീയത്തിനതീതമായ ഒരു പിന്തുണയാണ്. കോൺഗ്രസുകാർ മാത്രമല്ല രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന ആളുകൾ. കാരണം ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഏതൊരാൾക്കും അദ്ദേഹത്തെ സമീപിക്കാം. അദ്ദേഹത്തെ സമീപിക്കുന്ന ആളുകൾക്ക് ആ ആവശ്യം നിറവേറ്റി കൊടുത്തിട്ട് മാത്രമേ അദ്ദേഹം തിരിച്ചയക്കാറുള്ളൂ. അതാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു മാജിക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറഞ്ഞത്. അവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും അവിടെ വിഷയമല്ല. ആ മണ്ഡലത്തിലുള്ളവർക്ക് ഏത് സമയത്തും അദ്ദേഹത്തെ എന്ത് ആവശ്യമായിട്ടും ഒരു ഫോൺ കോൾ മതി, അദ്ദേഹം അതിന് പരിഹാരം കണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. എല്ലാവരോടും അദ്ദേഹം പെരുമാറുന്ന ഒരു രീതി, സ്വന്തം കുടുംബത്തിലുള്ള അതായത് ആ മണ്ഡലത്തിലെ ആൾക്കാരെല്ലാം നമ്മുടെ കുടുംബക്കാരല്ലേ എന്നാണ് ആ ഒരു രീതി. അവരുടെ കുടുംബത്തിലെ ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന രീതിയിലാണ് അവരെല്ലാം പ്രതികരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് രമേശ് ചെന്നിത്തല മാജിക് മണ്ഡലത്തിൽ നടക്കുന്നതും. ഹരിപ്പാട് പോലെ ഇടതുപക്ഷത്തിന് കൃത്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിലാണ് രമേശ് ചെന്നിത്തല 10,000 വോട്ടിന് ജയിച്ചു വരുന്നത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അല്ലാതെ മറ്റാര് ഹരിപ്പാട് മത്സരിച്ചാലും ഒരു പക്ഷേ പരാജയത്തിന്റെ കൈപ്പുനീർ കുടിക്കുമെന്ന യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളണം. അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈകാരികമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം ഹരിപ്പാടുകാർ തന്നെ ചേർത്തത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉയർച്ചകളുടെയും താഴ്ചയുടെയും ഒപ്പം ഹരിപ്പാട്ട് ജനങ്ങളുണ്ടായിരുന്നു. അവർ തന്നെയാണ് എൻ്റെ എപ്പോഴത്തെയും കരുത്തും, അവർ തന്നെയാണ് എൻ്റെ വിശ്വാസവുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഹരിപ്പാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് കൂടി നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ഹരിപ്പാട്ടുകാർക്ക് ഒരു ആവശ്യം വന്നാൽ അവർക്ക് ആദ്യം ഓടിയെത്താനുള്ളത് രമേശ് ചെന്നിത്തലയുടെ അടുത്തേക്കാണ്. അതിന് ആ രമേശ് ചെന്നിത്തല അവരോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ പ്രയാസത്തിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഹരിപ്പാട്ടെ ജനങ്ങളും ഒപ്പമുണ്ടാകും. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹരിപ്പാട്ടെ സബർമതി എന്ന് പേരിട്ട് വിളിക്കുന്ന ആ വിദ്യാലയത്തെ കുറിച്ചാണ്. മാനസികമായി വെല്ലുവിളി നേരിടുന്ന അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആ വിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കാൻ രമേശ് ചെന്നിത്തല എടുത്ത ഒരു മുൻകൈ, സ്വന്തമായി സ്ഥലം
വാങ്ങിച്ച് അവിടെ ഒരു വിദ്യാലയം സ്ഥാപിച്ചെന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു MLA-യും ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിലൊരു വിദ്യാലയം തുടങ്ങിയിട്ടുണ്ടല്ല. അതിന് ഏറ്റവും ഒരു കാര്യം, നമ്മൾ 1 കിലോ അരി കൊടുത്താൽ പോലും സാമൂഹ്യ മാധ്യമങ്ങൾ 100 ആളുകളെ കൊണ്ട് PR വർക്ക് ചെയ്യിക്കുന്ന അതേ കാലഘട്ടത്തിലാണ്, അതേ സമയത്താണ് ഈ വിദ്യാലയം അവിടെ ഉണ്ട് എന്ന് വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന ആരും അറിയില്ല. പൊതുവെ നമ്മളവിടെ പോയത് കൊണ്ട് ഒരു മാധ്യമപ്രവർത്തകരായതുകൊണ്ട് മാത്രമാണ് നമുക്കത് അറിയാൻ കഴിയുന്നത്. ഇന്നും കേരളത്തിലെ ഒരു 99.99% ആളുകൾക്കും ഹരിപ്പാട്ടുകാർക്കല്ലാതെ ഇത്തരത്തിലൊരു വിദ്യാലയം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയില്ല. അല്ല, നമ്മൾ പോലും ഇപ്പൊ അന്വേഷിച്ച് അത് അന്വേഷിച്ച് അവിടെ എത്തിയത് കൊണ്ടാണ് അത് അറിയാൻ കഴിഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്ന് വെച്ചാൽ രക്ഷകർത്താക്കൾക്ക് ഒരു സാധാരണ കുട്ടികളെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അടുത്ത വീട്ടിൽ ഏൽപ്പിച്ച് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയും. പക്ഷെ ഈ കുട്ടികളെ നോക്കാൻ പ്രത്യേക കെയർ തന്നെ വേണം. അതും അവിടെ ഉള്ളത് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെന്നുള്ള കാര്യം ആലോചിക്കണം. സാധാരണ ബഡ് സ്കൂളുകളും ഇങ്ങനെ സ്പെഷ്യൽ സ്കൂളുകളെല്ലാം ചെറിയ കുട്ടികൾക്ക് 18-ന് താഴെയുള്ള കുട്ടികളെയാണ് പരിപാലിക്കുന്നത്. പക്ഷെ ഇവിടെ അത് പ്രത്യേകമായി അവിടെ പ്രായപരിധിയില്ല. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും അവർ കൃത്യമായി പരിപാലിക്കുന്നുണ്ട്. അടുത്ത് അദ്ദേഹം അതിനെ റെസിഡൻഷ്യൽ സ്കൂളാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അധികമുള്ള സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു സ്കൂളിൽ വന്ന് ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി വലിയ പുണ്യപ്രവൃത്തിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മനുഷ്യന് മാത്രമേ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ MLA-മാർ ബാക്കി 139 മണ്ഡലങ്ങളിലും MLA-മാരുണ്ട്. ഞാൻ കോൺഗ്രസ് ആയാലും ശരി, CPM ആയാലും ശരി, ഒരു MLA-മാരും താഴ്ത്തിക്കെട്ടുകയില്ല. പക്ഷെ ഇത് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ ഹരിപ്പാട്ട് വ്യത്യസ്തനാക്കി മാറ്റുന്നതും. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഹരിപ്പാട്ടുകാർക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് രമേശ് ചെന്നിത്തല മത്സരിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവർ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുന്നതും അദ്ദേഹത്തോടുള്ള വിശ്വാസത കൊണ്ടാണ്. അവർ അർപ്പിക്കുന്ന വിശ്വാസം കാത്തു സംരക്ഷിക്കാനും അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. ഹരിപ്പാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തവണയും എതിരാളികൾ സ്വപ്നം കാണുന്ന 2 യുവ സ്ഥാനാർത്ഥികളെല്ലാം മത്സരിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഹരിപ്പാട് മണ്ഡലത്തിൽ എതിരാളികളില്ലാതെ അല്ലെങ്കിൽ ഒരു എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും. അതിന്റെ ഒരു സൂചനയാണ്, ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രമേ അറിയാനുള്ളൂ. അതിന്റെ സൂചന തന്നെയാണ് ഇന്നലെ നടന്ന ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ.